ക്രിസ്മസ് ആയിട്ട് ഞങ്ങൾ അടിച്ച് പൊളിക്കാനായിട്ട് പോകണല്ലേ? അടിപൊളി ബീഫ് കറിയും അടിപൊളി പാലപ്പമാണല്ലേ? നല്ല ചാറൊക്കെ അങ്ങോട്ട് കുറുകി കമ്മിയുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കണ്ണപ്പൻ. ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി സർവലോകർക്കും തൻ വേഗം കാരുണ്യമായി ബത്ലഹേമിന്റെ മാറിൽ ഒരാരോമലുണ്ണി പിറന്നു. ഗബ്രിയേലിന്റെ ദർശന സാഫല്യമായി സർവലോകർക്കും തൻ വേഗം കാരുണ്യമായി ബത്ലഹേമിന്റെ മാറിൽ ഒരാരോമലുണ്ണി പിറന്നു. പുഞ്ചിരി തോന്നിയ പാടി അവ പള്ളിക്കട്ടയാണ്. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ, അതുപോലെ തന്നെ ഹാപ്പി ന്യൂ ഇയർ. ഞങ്ങളുടെ എല്ലാവിധ ക്രിസ്മസ് ആശംസകളും നേരുന്ന എല്ലാവരും മേരി ക്രിസ്മസ്. മേരി ക്രിസ്മസ്. ക്രിസ്മസ് അടിച്ചു പൊളിച്ചോ? ആ കണ്ണെന്തി എന്താടാ എന്തി എന്ത്? ഓക്കെ ഓക്കെ. ആ മേപ്പാടം ചുണ്ടൻ, മേപ്പാടം ചുണ്ടൻ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ശുഭദിനം നേരുന്നു. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസ് ആയിട്ട് നമ്മളൊരു അടിപൊളി സ്പെഷ്യൽ വെക്കാനായിട്ട് പോകണം കേട്ടോ. അമ്മയാണെങ്കിൽ എല്ലാ വർഷം ക്രിസ്മസിനാണെങ്കിൽ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കി തരും. എന്തോ അമ്മേ? ബീഫ് കറിയും പാലപ്പവും. അതെ, എല്ലാവർക്കും വെച്ച് തരുവാണല്ലേ. ഗൈസ്, അപ്പം എന്തായാലും അങ്ങോട്ട് പറഞ്ഞു നീട്ടുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ? അഭിഷേകം സകല ജനത്തിന്മേലേ കഴിച്ചപ്പോഴേ നമ്മൾ തുടങ്ങാനായിട്ട് പോവാണ് കേട്ടോ. എൻ്റെ അടിപൊളി ബീഫ് ഞാൻ രാവിലെ പോയി മേടിച്ചോണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അലുവ കഷ്ണം പോലെ അമ്മ വേണ്ട വെട്ടി റെഡിയാക്കി തന്നിട്ട് അല്ലേ മേ? അപ്പൊ കറി വെക്കാൻ എന്താ ഇതപ്പോ യേശുവിന്റെ ആദ്യത്തെ ക്രിസ്മസ് ആണ് ഇവിടെ വന്നിട്ടില്ലേ മേ? അപ്പൊ അതെ അടിപൊളി ബീഫ് മേടിച്ച് അടിപൊളി ബീഫ് മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ കറി ഇല്ലേ ഗൈസ്? അപ്പോൾ നമ്മൾ അടിപൊളി ബീഫ് മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് പാചകത്തിലേക്ക് പോകാനായിട്ട് പോകണം കേട്ടോ. അമ്മയാണെങ്കിൽ ബീഫൊക്കെ വെട്ടിയായിരുന്നു കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം അമ്മേ. തുടങ്ങാം. അപ്പം നല്ല വെയിലാണ് കേട്ടോ. നമ്മളാണെങ്കിൽ ഉച്ചയ്ക്കാണ്, നട്ടാറം വെയിലത്താണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അതുകൊണ്ട് അപ്പോൾ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ പിള്ളേരെല്ലാം അകത്ത് നമ്മുടെ റൂമിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അതേ സൂര്യഭഗവാനാണെങ്കിൽ അവിടെ നിന്ന് കത്തി ജൊലിച്ചിങ്ങനെ നിൽക്കുവാണ്. അതുകൊണ്ട് പിന്നെ ഏതായാലും വെയിലത്തിറങ്ങാൻ പറ്റത്തില്ല. അപ്പം ഓക്കെ, കയറിയോ അകത്ത് കയറിയോ? അപ്പം ഞാൻ എന്തായാലും ഇവിടെ തന്നെ നിന്നിട്ട് വേണം വീഡിയോ എടുക്കാനായിട്ട്. ഈ വെയിലത്ത് നിന്നിട്ട് വേണം വീഡിയോ എടുക്കാൻ വേണ്ടി. ഇവിടെ പാത്രമൊക്കെ കൊണ്ടുപോയി നമ്മൾ സാധനമൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുവാണ്. അപ്പോൾ ഞങ്ങൾ തുടങ്ങാനായിട്ട് പോകണല്ലേ? തുടങ്ങാം. ഓക്കെ, നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കാൻ പോവാ. ഓക്കെ കഴിച്ച നമ്മുടെ പാത്രം ചൂടായിട്ടുണ്ടെങ്കിൽ നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് കേട്ടോ. ചൂടാണ് മണ്ടക്ക് നടക്കുന്നത് കേട്ടോ. ഞാനപ്പം ഇങ്ങനെ നിന്നിട്ട് വേണം വീഡിയോ എടുക്കാനായിട്ട്. വൈകിട്ട് ഞങ്ങൾക്ക് കുറച്ച് പരിപാടിയുണ്ട്, അപ്പോൾ അതിന് പോകണം. അതുകൊണ്ടാണ് നമ്മൾ രാവിലെ വീഡിയോ എടുക്കുന്നത്. അതാണ് നല്ല വെയിലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ കടുക് പൊട്ടിയില്ല. ഇപ്പോൾ പൊട്ടും. ചൈനയുടെ കടുകാണ്. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. തേങ്ങ വറുത്ത് കോരി എടുക്കാം. ഓക്കെ, വറുത്ത് കോരി എടുത്തു. അപ്പോൾ നല്ല തേങ്ങാക്കൊത്ത് കേട്ടോ. ആ നമ്മളത്തെ തേങ്ങക്കൊത്ത് വറുത്ത് കോരി എടുക്കാനായിട്ട് പോവാണ്. നമ്മൾ തേങ്ങക്കൊത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ
വറുത്ത് പോവുക. വറുത്ത് കോരുവാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് വറുത്ത് കോരിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല തേങ്ങയുടെ പച്ച വെളിച്ചെണ്ണ വേണം അല്ലേ? തേങ്ങ മൂത്ത് വന്നപ്പോൾ സവാള ഇട്ട് കൊടുക്കാൻ പോവാ. ഓക്കെ ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ സവാള ഇറക്കി കൊടുക്കുവാണ്. അപ്പോൾ നമ്മൾ സവാള ഇറക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഒന്ന് മൂത്ത് വരട്ടെ അല്ലേ? ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ഇറക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പെട്ടെന്ന് വണ്ടി കിട്ടാൻ ഇച്ചിരി ഉപ്പും കൂടെ ഇടുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത്. ഓക്കെ ഗൈസ്. നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വഴണ്ടോണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ പച്ചമുളക്, അടുത്ത് തക്കാളി ഇടാനായിട്ട് പോവാണ്. ഇട്ടോ. ആഹാ കളർഫുള്ളായിട്ടുണ്ടല്ലേ? ചുമല, മഞ്ഞ, പച്ച. എന്താ വെള്ളം? മുളകിന്റെ അകത്ത് വെള്ളം. അപ്പോൾ മസാല ചേർക്കാനായിട്ട് നമ്മൾ രേസ് വെത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം എന്താ? മുളക് പൊടി. ഓക്കെ മുളക് പൊടി, മല്ലിപ്പൊടി, 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 മഞ്ഞപ്പൊടി. എന്താ അടുത്തത്? മസാലപ്പൊടി നമുക്ക് ചേർത്ത് കൊടുത്തു തരാം. അപ്പോൾ നമ്മുടെ മസാല എല്ലാം നമ്മളിപ്പോൾ ഇറക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം കേട്ടോ. എന്താ പുണ്യമായ കൈ കൈപുണ്യം. എന്താ പുണ്യമായ കൈ കൈപുണ്യം. രേശുവിനാണ് പിള്ളേരെല്ലാം ഇങ്ങനെ ട്രോളിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്നും മൈൻഡ് ചെയ്യാതെ പുള്ളിക്കാരിത് മസാലയൊക്കെ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത എന്തോ അമ്മേ? 1 ലിറ്റർ വെള്ളമാണോ? ഇനിയുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം വേണ്ട ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നല്ല പച്ച തണ്ണിയില്ലേ? നമുക്കപ്പോൾ കരിയാപ്പ ഇട്ട് കൊടുക്കാം. ഇരന്തൂർ കരിയാപ്പൽ. എന്താ പറഞ്ഞ മനസ്സിലായില്ല? ഇലത്തൂരിൽ കൊണ്ടുവന്ന കരിയാപ്പില, അതിനാ ഇലന്തൂർ കരിയാപ്പില. ഓക്കെ നമ്മളിത് ഗ്രേവിക്കുള്ള വെള്ളമെല്ലാം നമ്മൾ ഇറക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് വേണമെങ്കിൽ തിളച്ച് വന്നിട്ടാണ് നമ്മുടെ ഈ ബീഫിനെ എടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ടല്ലേ? അത് കഴിഞ്ഞിട്ട് ഗൈസ് അപ്പോൾ ഇവന്മാർ കരോളിന് പോകാന്ന് പറഞ്ഞിട്ട് 3 മണിക്ക് ഉച്ചയ്ക്ക്. ഗൈസ് അപ്പോൾ നമ്മുടെ ഗ്രേവി ഒക്കെ തന്നെ തിളച്ച് വരുന്നുണ്ട് അമ്മേ. റെഡിയാക്കി വെച്ച തേങ്ങാക്കൊത്തിടാം. ഓക്കെ ഇട്ടോ. തേങ്ങാക്കൊത്തും കറിവേപ്പില. ரொம்ப പ്രമാദം. ഇപ്പൊ ഗ്രേവി എല്ലാം തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ഓക്കെ നമ്മളപ്പോൾ ബീഫ് ഇറക്കി കൊടുക്കാനായിട്ട് പോകണം കേട്ടോ. അമ്മേ ഒന്ന് ഇളക്കി കൊടുത്തേന്നു. ഈ പാത്രം മാറ്റി രേശമ്മ ഇതേപോലെ നമ്മൾ ബീഫ് എല്ലാം ഇറക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അല്ലേ? പച്ച തണ്ണി നമ്മൾ കുറച്ചുകൂടെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇല്ലടാ? നമ്മൾ ബീഫ് എല്ലാം ഇറക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി തിളക്കുമ്പോ ഇനി അത് ബീഫിന്റെ അകത്ത് വെള്ളം ഇനിയും കൂടെ ഇറങ്ങി വരും അല്ലേ? അപ്പൊ കുറച്ച് വെള്ളം കിട്ടും അല്ലേ? അപ്പൊ ഇനി കുറവായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അല്ലേ? അപ്പൊ നല്ല രീതി കുറവാണ് ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ നല്ല രീതിയിൽ ഒന്ന് വെന്ത് വരണം. അതിനുശേഷം വേണം കഴിക്കാനായിട്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? നമ്മുടെ ബീഫൊക്കെ ആണെങ്കിൽ ഇങ്ങനെ തിളച്ച് മറിഞ്ഞോണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പൊ എങ്ങനെ ഇറക്കാറായോ?
ആയല്ലേ ഗൈസ്. അപ്പോൾ നമ്മൾ ബീഫ് ഇറക്കാനായിട്ട് പോവാണ് കേട്ടോ. ബീഫാണെങ്കിൽ നല്ല രീതിയിൽ വേവിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല ചാറൊക്കെ അങ്ങോട്ട് കുറുകി പറ്റിയ ഒരു തിക്കായിട്ടുള്ള ഒരു ഗ്രേവിയാണ്, നല്ല കട്ടിയുള്ള ഗ്രേവി ഇല്ലേ. അപ്പം ഇതിൻ്റെ കഴിക്കാൻ പൊളിയായിരിക്കും അല്ലേ? അതെ. അതുപോലെ നമ്മുടെ ബീഫൊക്കെ ഇവിടെ തിളച്ച് മറിഞ്ഞോണ്ടിരിക്കുവാണ് കേട്ടോ. കുറച്ച് മസാലപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കണ്ടേ? എന്താ പറയാ? കടിയിലാട്ടിയ മസാലപ്പൊടി കഴിച്ചപ്പോൾ നല്ല മസാലപ്പൊടിയൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അടുത്തല്ലേ ഓക്കെ, കുരുമുളക് പൊടി മസ്റ്റാണ് കേട്ടോ. കുരുമുളക് പൊടി ചേർക്കണം. കുരുമുളക് പൊടി ഉള്ളൊരു വേറെ വൈവാണ് കറി. അപ്പോൾ അതേ നമ്മൾ കുരുമുളക് പൊടി ഇങ്ങനെ വെതറി അങ്ങോട്ട് കൊടുക്കുവാണ് കേട്ടോ. കുറച്ച് മല്ലിയില ഗൈസ്. അപ്പോൾ കുറച്ച് മല്ലിയില കൂടെ നമ്മളോട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. വാഹാ, ഇപ്പോൾ ഒരു രസമില്ല കാണാൻ കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. നമ്മുടെ കറി കാണാനായിട്ട് നല്ലൊരു രസമുണ്ട് അല്ലേ അമ്മേ? നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അമ്മ നമുക്ക് ഇറക്കി വെക്കാം അമ്മേ? ഇറക്കി വെക്കാം. ഓക്കെ ഗൈസ്. അപ്പോൾ ഞങ്ങൾ കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. നമ്മൾ ഇവിടെ ഇലയൊക്കെ വെട്ടി നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കാണെങ്കിൽ അപ്പം ഇങ്ങനെ കഴിച്ചപ്പോൾ നല്ല ചൂട് ബീഫാണ് കേട്ടോ. ഗൈസ്, അപ്പോൾ എല്ലാരും കഴിക്കാൻ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ സാധനം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ കഴിച്ചാലോ? ഓക്കെ, അറ്റാക്ക്. കഴിടാ ഗൈസ്. അപ്പോൾ സ്ഥലമില്ല കേട്ടോ. അപ്പം അമ്മ എന്തോ അടിച്ചോണ്ടൊക്കെ പോകുന്നോട്ട് ഗൈസ്. അപ്പോൾ സ്ഥലമില്ല. അപ്പം ഞങ്ങൾ ഇങ്ങനെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് ഞങ്ങൾ പ്ലേറ്റ് കഴിക്കും. കഴിക്കണം വേണ്ടാ, വീട്ടിലോട്ടോ ഇറങ്ങണ്ടാ. എങ്ങോട്ട് ആഹാ, എങ്ങോട്ടോ പോലെ എങ്ങോട്ട് ദേശം കൊണ്ട് എങ്ങോട്ട് പോലെ എങ്ങോട്ടാ എങ്ങോട്ടോ. ആഹാ, എന്റെ വായിൽ നിന്ന് വെള്ളം വരുന്നു. ഇവിടെ എങ്ങോട്ടാ? പൊളിയാണോ? സൂപ്പറാണല്ലേ കൈസപ്പം. ഞാനിവിടെ ഒന്ന് കഴിച്ചു നോക്കട്ടെ കേട്ടോ. അത് ഇനിയുണ്ട്, എനിക്ക് ഇഷ്ടം പോലെ അപ്പം ഉണ്ട്. അപ്പവും കറിയുണ്ട്. കൈസപ്പം വേണ്ട പാലപ്പം അങ്ങോട്ട് എടുക്കുക. ആ ഗ്രേവിക്ക് എത്ര അങ്ങോട്ട് കുഴയ്ക്കുക. കുഴച്ച് പുട്ട് പോലെ ആക്കിയിട്ടേ. അത് നമുക്ക് ബീഫും അപ്പം ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ. തീർന്നിട്ടുണ്ട്. നമുക്ക് ഇനി രണ്ടാമത് ഇനി ഒന്നും ഇടാം കേട്ടോ. അപ്പോൾ വേണ്ടേ ഗൈസപ്പം വേണ്ടേ ഇവിടെ ബിരിയാണി ഇവിടെ ഗൈസപ്പം വേണ്ടേ. അതൊന്ന് കിട്ടിയാൽ മതി. അത് ബേക്ക് ഗൈസപ്പോൾ കണ്ണടച്ച് തിരിഞ്ഞതിന് മുമ്പ് ഇലയല്ല ഇമാര് കരിയാക്കി കേട്ടോ. കാര്യമാക്കി അപ്പുറത്തെ അമ്മരെല്ലാം പ്ലേറ്റിൽ കഴിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ചു കൊടുക്കും കേട്ടോ. നല്ല അടിപൊളി ബീഫ് കേട്ടോ. അമ്മയാണെങ്കിൽ ഇടയ്ക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചായിരുന്നു, അത് കാണിക്കാൻ മറന്നുപോയി. ഞാൻ കഴിച്ചു നോക്കിയിട്ട് പറയാൻ കേട്ടോ. നമ്മുടെ കൈസപ്പം കഴിക്കാനായിട്ട് പോകണം കേട്ടോ. അപ്പോൾ കൈസപ്പം എന്നാൽ നിങ്ങൾ കഴിച്ചോ. കടയിലേക്കാൾ നല്ലതാണ്. സൂപ്പർ രക്ഷയില്ലായിരുന്നു. അടിപൊളി സാധനം കേട്ടോ. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയാണെങ്കിൽ അത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അത് അപ്പം ടേസ്റ്റ് കൂടി. ഇവന്മാരിവിടെ എങ്ങോട്ടാ ശരിക്കും പറ. സിയോമാണവാളൻ യശുരാജരാജൻ സഞ്ചാരിയൻ ജീവന്റെ നാഥൻ. സിയോമാണവാളൻ യശുരാജരാജൻ സഞ്ചാരിയൻ ജീവന്റെ നാഥൻ. Hey!
അടുത്ത ഒരു കരോൾ ഗാനത്തിലേക്ക് പോവാം. അടുത്തേ 1, 2, 3 സ്റ്റാർട്ട്. മകനെ സ്നേഹം തന്ന സ്വർഗീയ നാഥ, മണ്ണിൻ ശിക്ഷയ്ക്കായി ഞങ്ങൾക്കായി നിൻ കണ്ടുവച്ച രക്ഷകനെ, ലോകരക്ഷയ്ക്കായി വന്നവനെ, നാളെ പൊക്കിടുമീ ദൈവത്തിന്റെ കുഞ്ഞാടായവൻ, ക്രിസ്തു പിറന്നു, ക്രിസ്തു പിറന്നു, മേരി സുതനായി പുൽക്കൂട്ടിൽ പിറന്നു, ക്രിസ്തു പിറന്നു, ക്രിസ്തു പിറന്നു, മേരി സുതനായി പുൽക്കൂട്ടിൽ പിറന്നു. ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ തുളമേ രാവിൽ ബാലകൾ ദേവനാമം കേട്ടു. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ക്രിസ്മസ് എൻജോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ കരോളിലൊക്കെ പോയി ഇങ്ങനെ തകർത്തോണ്ടിരിക്കുകയാണ് കേളാ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത കരോളിന് പോകണം. ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ ഇവരോട് ചോദിക്കടാ, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ ഒക്കെ ഉണ്ടായിരുന്നു? ശരിക്കും പറ, സൂപ്പറായിരുന്നല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? ബീഫോ? ആ ആ എങ്ങനെയുണ്ടായിരുന്നു? നീ പറയുന്ന മപ്പന്നല്ലേ പറയാൻ വന്നത്? വേറെ പറ. കൊള്ളായിരുന്നല്ലേ വീഡിയോ കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് സമയമില്ലാതായി പോയി. അതുകൊണ്ടാണ് ഗൈസ്. അപ്പോൾ കരോളിൻ്റെ വ്ലോഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഇടാൻ പറ്റിയില്ല. ചിലടത്ത് വെട്ടോ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് ഇടാഞ്ഞത്. അതുകൊണ്ടാണ് കരോളിലൊക്കെ പോയതുകൊണ്ടാണ് വീഡിയോസൊക്കെ വരാൻ കുറച്ച് ലേറ്റ് ആയത്. അതുകൊണ്ട് നമ്മൾ ഇന്ന് അടിപൊളി ബീഫൊക്കെ വെച്ച് കഴിച്ചിരിക്കുകയായിരുന്നു അല്ലേ. അപ്പം ഗൈസ്, അപ്പോൾ എന്തായാലും അങ്ങോട്ട് പറഞ്ഞ് നീട്ടുന്നില്ല. അപ്പം ഞങ്ങൾക്ക് ഇനി കരോളിൽ ഇറങ്ങണം, എനിക്ക് കുറേ പരിപാടിയൊക്കെ ഉണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോക്ക് എത്ര ഉള്ളായിരുന്നു? ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അപ്പോൾ ഇതൊരു നല്ല വീഡിയോ ആയിട്ട്